മാതാപിതാക്കൾക്ക് ഇസ്ലാം കൊടുക്കുന്ന കണിശമായ ഒരു നിർദ്ദേശമാണെന്ത് യഅ്ദിലുബൈനാവുലാദിക്കുന്നത്. നബി ആവർത്തിച്ച് പറഞ്ഞതാണ്, മക്കൾക്കിടയിൽ എന്ത് കാണിക്കണം? നീതി കാണിക്കണം. അപ്പോൾ മക്കൾക്കിടയിൽ അനീതി കാണിക്കുക എന്നുള്ളത് മാതാപിതാക്കൾക്ക് സംഭവിക്കുന്ന ഗുരുതരമായ വീഴ്ചയാണ്. അത് സംശയമില്ല. കാരണം നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ നമ്മളെ ഒരു മറ്റുള്ള മക്കളെ പോലെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു വേദന തന്നെയാണ്. അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ വേറൊന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഉള്ളുകൊണ്ട് നമുക്കുള്ള സ്നേഹം അത് പലരോടും വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ടാണല്ലോ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ആളോട് പറഞ്ഞത്, നിങ്ങൾ അവർക്കിടയിൽ നീതി പാലിക്കണം. പക്ഷെ വലോ ഹറസ്തും, നിങ്ങൾ അങ്ങേയറ്റത്തെ താല്പര്യം കാണിച്ചാലും നിങ്ങൾക്ക് നീതി കാണിക്കാൻ പറ്റൂല പറഞ്ഞാൽ അപ്പോൾ പിന്നെ കാണിക്കാൻ പറ്റാൻ കഴിയാത്തൊരു കാര്യം ഇസ്ലാം കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ നീതി കാണിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഒന്നെന്നെ മതിയെന്നോ, അതൊന്നുമല്ലല്ലോ അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ മാനസിക നീതി പാലിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ, രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ ഒരു ഭാര്യയ്ക്ക് എന്ത് പറയാൻ കഴിയൂല, നിങ്ങൾ അവളോടാണ് നിങ്ങൾക്ക് സ്നേഹമെന്ന് പറയാനുള്ള ഒരു തെളിവ് ഇവൾക്ക് കിട്ടൂല. അത് മനസ്സിന്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പർദ്ദ അവൾക്ക് വാങ്ങിയൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ടാവും, അവൾക്ക് കൊടുത്ത ദിവസം ഇവൾക്ക് കൊടുത്തിട്ടുണ്ടാവും, അവളോട് പറയണതൊക്കെ ഇവളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ എന്തുണ്ടാവാം? സ്നേഹ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതിന് നമ്മൾ കുറ്റക്കാരല്ല. അതേപോലെ തന്നെ പാരൻസിന് എന്തുണ്ടാവാം? ചില മക്കളോട് വെറുപ്പും ചില മക്കളോട് ചില ഇഷ്ടവും ഉണ്ടാവാം. മനസ്സിൽ അങ്ങനെ ഉണ്ടാവാം. പക്ഷെ അത് മക്കൾക്ക് മനസ്സിലാകാൻ പാടില്ല. ഇത് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് പൊതുവെ ഒരു മാതാപിതാക്കളും ഒഴിവല്ല എന്നുള്ളതാണ് വസ്തുത. നമുക്ക് അത്ഭുതം തോന്നും. അതായത് ഒരു ഉമ്മ എന്ന നിലക്കോ വാപ്പ എന്ന നിലക്കോ അവരെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ദ്രോഹിക്കുന്ന ഒരു മകൻ, ആ മകനോടാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. ബാക്കിയുള്ള മക്കളൊക്കെ ചിന്തിക്കാണ്, നമ്മളൊന്നും ഈ ജീവിതത്തിൽ അമ്മനെ ചീത്ത അറിഞ്ഞിട്ടില്ല, എന്നാൽ ഇമ്മക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കും. പക്ഷെ ഉമ്മക്ക് അവനോടാ ഇഷ്ടം. ഒരു ദിവസമെങ്കിലും ഉമ്മ നിങ്ങളെൻ്റെ കൂടെ വരും, എന്നിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിലും താമസിക്കും എന്നവൻ പറഞ്ഞിട്ടില്ല. അവൻ എപ്പോൾ കയറി വന്നോ ഉമ്മനോട് ബഹളം ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ. പക്ഷേ ഉമ്മക്ക് അവനാണ് പ്രിയപ്പെട്ടത്. ഇതാണ് മാനസികമായ ഒരു പക്ഷപാതിത്വം. അപ്പൊ ഇത് എന്താണ്? രക്ഷിതാക്കളിൽ നിന്ന് ഉണ്ടാവും, പക്ഷെ ഉണ്ടാവാൻ പാടില്ല.